നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് ഷൂട്ടൊന്ന് നോക്കാം. ശരി, ഇത് നമ്മളിവിടെ വന്നിട്ടുള്ള കേട്ടോ. ഇത് ഈ ഭാഗത്ത് മീനെ കിട്ടിയില്ലായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് വന്നപ്പോഴേ അടിപൊളി കരിമീൻ നിൽപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഒരടിക്ക് തന്നെ കൊണ്ടായിരുന്നു. നമ്മളതിനെടുത്ത് ഒരെണ്ണം മിസ്സായാലും ഒരെണ്ണം കിട്ടി. ചെറിഞ്ഞ് നിന്നടിച്ചേ. ഡാർട്ട് ചെന്ന് വെള്ളത്തിൽ വീഴുന്ന സൗണ്ട് കേട്ടോണേ. കേട്ടോ, ഈ സൗണ്ടാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ മീൻ പോലും അറിയാതെ ഇത്രയും പവറിൽ വേണം അടിച്ചിറങ്ങി വെള്ളത്തിൽ ചെല്ലാൻ. ഈ ഭാഗത്തൊക്കെ വെള്ളപ്പറ്റായതുകൊണ്ട് മീനെല്ലാം അകത്തോട്ട് കയറി നിൽക്കുക. ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. അത്രയും കാടായതുകൊണ്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. ഈ ഭാഗത്ത് ഒന്നിനെ കിട്ടിയോളെ. ഇനി അങ്ങ് അപ്പുറ സൈഡിൽ ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരെണ്ണത്തിനെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴേ കാണുക നല്ല ഒരെണ്ണം പറ്റിക്കും. ആ ഡാർട്ട് കൊണ്ട സൗണ്ട് കേട്ടോ. വെള്ളത്തിൽ വന്ന് അടിച്ചതാണ്. വെള്ളത്തിൽ വന്ന് അടിച്ചിറങ്ങിയതാണ്. മേളിൽ വന്ന് പടാന്നും പറഞ്ഞ് അടിച്ചിറങ്ങിപ്പോയതാണ്. ഞാൻ അത് കറക്റ്റ് എല്ലാം തോന്നുന്നു. ഞാൻ റബ്ബറിനകത്ത് അത് സെറ്റ് ചെയ്തത്. അതാ അങ്ങനെ പറ്റിപ്പോയത്. പാളി ചെന്ന് വെള്ളത്തിൽ ചെന്ന് മീനിട്ട് കൊണ്ടത്. കുഴപ്പമില്ല. ഈ ഭാഗത്തേക്ക് നമുക്ക് ഇന്നേ ദിവസം വരെ ഇച്ചിരി വെള്ളം കയറിയെങ്കിലേ നമുക്ക് പരിപാടി നടക്കത്തുള്ളൂ. ഇപ്പോൾ വെള്ളം ഒരുപാട് ഇറക്കോ. ഇന്ന് മീനെ ഒന്നും കാണുന്നില്ല. കുറേ ദിവസം കൊണ്ടേ ഞാൻ പോകുന്നുണ്ട്. പക്ഷേ മീനെയൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല. എന്തോ പായത്തിന് നമുക്ക് അതെല്ലാം ഒരു മീഡിയം സൈസ് മീനാണ് കിട്ടുന്നത്. എന്തോ പറ്റിയെന്നറിയത്തില്ല. ഇനിയിപ്പം വാഹയൊക്കെ നമ്മൾ തപ്പിയിറങ്ങി വാഹയുടെ ഒരു പൊടി പോലും ഞാൻ കണ്ടില്ലായിരുന്നു. അന്നത്തെ ദിവസം ഒന്നും കണ്ടില്ല. വേറെ എവിടെയെങ്കിലും ഒരു സൈറ്റ്, പുതിയൊരു സൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. മറഞ്ഞ് നിന്ന് നമ്മളൊരു കരിമീനെ അടിച്ചെടുക്കുന്ന വഴിയാണ്. ആ കരിമീൻ പതുക്കെ കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ വരും. അതാണ് നമ്മൾ അടിക്കുന്നത്. എന്നാലും നല്ല അടിപൊളിയൊരു കരിമീനാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഇച്ചിരിയുടെ മേളിൽ കയറി വരണം. മേളിൽ കയറി വന്നെങ്കിലേ മീനെല്ലാം ഇനി അടുത്ത് വരുത്തുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി സൈസ് ചെമ്പല്ലിയൊക്കെ കിടപ്പുണ്ട്. ഇത് ആറിലോട്ട് കയറുന്ന ഒരു ഭാഗം. ഇത് തോടാത്. തോട്ടിലെ ഇതിനകത്ത് കരിമീനും ചെമ്പല്ലിയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോകണം. വെള്ളക്കടവ. നമ്മൾ നേരത്തെ ഭാഗത്ത് പോയിട്ടുള്ള ഒരു വാഹയൊക്കെ അടിച്ച് ഒരു പാലത്തിൻ്റെ മണ്ടയിൽ നിന്നൊരു ചെമ്പല്ലി കുഞ്ഞിനെയൊക്കെ നമ്മൾ അടിച്ചത് നേരത്തെ പോയിട്ടുള്ളത്. അതിന് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. കറങ്ങിത്തിരിഞ്ഞൊക്കെ ഇവിടെ എങ്ങാണ്ട് കളിച്ച് നിന്നതാണ്. ഞൊട്ടേന്നെങ്ങാണ്ട് അതിൻ്റെ പേര്. ഞാൻ എന്തായാലും അന്ന് അടിച്ച് നോക്കുക. നല്ലൊരു അവസരം നോക്കിയിരിക്കുക. ഈ അടിയൊന്ന് ശ്രദ്ധിച്ചോണം. നല്ല പവറിലാണ് ചെല്ലുന്നത്. ഉള്ളല്ലേ കരയ്ക്ക് വന്നിട്ട് ഇയാൾ തിരിഞ്ഞു പോകുന്ന നിൽക്കുന്നു. കരുന്താണ്.
കവറിലിടട്ടെ. കൊണ്ട് പരുത്തിരിക്കുന്നുണ്ടോ? കയ്യിരുന്ന മീൻ റാഞ്ചിക്ക് കൊണ്ടുവന്ന കാര്യമായി. ഞഞ്ഞ മൊത്തം കറങ്ങും. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിപ്പോയി മോനെ. അതിൻ്റെ ഇടയ്ക്ക് പോയിരുന്നത്. ബാഗിൽ കൈ ഉടങ്ങ് ബാഗ് വിട്ട് കഴിഞ്ഞ ഒരു കണമ്പിനെ അടിക്കുന്ന അടിയും വയ്ക്കണേ. അങ്ങനെ ഇങ്ങനെ പോയ പോക്ക നല്ല ഒരെണ്ണം പറ്റിച്ചു. കണ്ടോളി. ഒരു ചെമ്പല്ലി എന്നിട്ട് കളിപ്പിക്കും. വലുതൊന്നുമല്ല, ഒരു ഇടത്തരം സൈസ്. ആദ്യം ഒന്ന് അടിച്ചു പോകും, കൊള്ളത്തില്ല അതിന്. രണ്ടാമത് തന്നെ നമ്മുടെ കൈവാക്കിന് തന്നെ വന്ന് വീഴും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ വലത്തെ സൈഡിൽ ഫ്രണ്ടിൽ കിടന്ന പാറയുടെ മേളിൽ കൂടെ പോകുന്നത് കാണാം. അങ്ങനെ നമ്മൾ അടിക്കുന്നതിനെ കേട്ടോ. ഇപ്പോൾ കയറി ഇറങ്ങും, ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടായിരുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മീനെ കൊടുത്ത് ഒരു കടക്കാരന് കൊടുത്ത്. ഞാൻ മിക്കവാറും മക്കളെ കയറി ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു മീനുണ്ടോ കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. അന്നേരം മീനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും ആൾക്കാർക്ക് അവിടെ ഉണ്ടായതുകൊണ്ട് മീനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കൊന്നും തോന്നരുത്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ സ്ഥിരം ഒരു ചായക്കടയുണ്ട്, നമുക്കവിടെ ഒരു ദിവസം പരിചയപ്പെടാം. ചായയൊക്കെ കുടിക്കുന്നതൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോയിൽ കാണാം.